പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമായി തുടരുന്നു. സിലിണ്ടർ ക്ഷാമത്തിന് പിന്നാലെ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടി ഹോട്ടലുകൾ. ചായയ്ക്കും കടികൾക്കും വില വർദ്ധിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇന്നൊരു കട്ടൻ ചായ കുടിച്ചാൽ പോക്കറ്റിലെ കാശ് കാലിയാകും. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തീർന്നു. അടുത്തത് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ സാധിക്കുന്നുമില്ല. ഇനിയും കുറച്ചു ദിവസം കാത്തിരിക്കണമെന്ന മറുപടി ശരിക്കും പറഞ്ഞാൽ എല്ലാ ആളുകളുടെയും അടുക്കളകളിൽ ആശങ്ക പടർത്തുന്നുണ്ട്. അതായത് വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കാമെന്ന് വെച്ചാൽ നടക്കുന്നില്ല. പോരാത്തതിന് ഒരു കട്ടൻ ചായയോ ചൂടുവെള്ളമോ കാച്ചാൻ പോലും പറ്റുന്നില്ല എന്നത് സാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമാണ് എന്ന് തന്നെയാണ് ഇതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നതിനായുള്ള സമയപരിധി 25 ദിവസമായി നേരത്തെ കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് 35 ദിവസമായി നീട്ടിക്കൊണ്ടാണ് പുതിയ ഉത്തരവും വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ മിക്ക വീട്ടുകാരും പെട്ട അവസ്ഥയിലാണ്. അതായത് 2 സിലിണ്ടർ കണക്ഷൻ 35 ദിവസത്തിന് ശേഷം മാത്രമാണ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ. അഥവാ ഇനി നിങ്ങൾക്ക് 1 സിലിണ്ടർ കണക്ഷനാണ് ഉള്ളതെങ്കിൽ പഴയ പോലെ 25 ദിവസത്തിന് ശേഷം ബുക്ക് ചെയ്യാൻ അനുവദിക്കും. അതായത് പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള വിതരണ സമ്മർദ്ദം മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പുതിയ നീക്കം കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും പാചകവാതക സിലിണ്ടർ ക്ഷാമത്തിന് പിന്നാലെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന മിക്കവരും ഇന്ന് നമ്മുടെ കൂട്ടങ്ങളിലുണ്ട്. എന്നാൽ അവർക്ക് ഇരട്ടടിയായിരിക്കുകയാണ്. കാരണം ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുകയാണ് ഹോട്ടലുകൾ. 10 രൂപയുണ്ടായിരുന്ന ചായയ്ക്കും കടിക്കുമെല്ലാം ഇപ്പോൾ 12 രൂപയാക്കിയിട്ടുണ്ട്. 8 രൂപയുണ്ടായിരുന്ന കട്ടൻ ചായയ്ക്ക് 10 രൂപയായി. 12 രൂപയുണ്ടായിരുന്ന ചായയ്ക്ക് 15 രൂപയാക്കിയും ചില കടക്കാർ വിൽക്കുന്നുണ്ട്. എന്നാൽ ചായയ്ക്ക് മാത്രമല്ല മറ്റു ഭക്ഷണ സാധനങ്ങൾക്കും സമാനമായ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. ഗ്യാസ് പ്രതിസന്ധി മൂലം പല ഹോട്ടലുകളും അടച്ചിട്ട അവസ്ഥയാണ് ഇന്നുള്ളത്. തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് ഈ വിലയിലെ മാറ്റമുള്ളത്. ചില ഹോട്ടലുകളിൽ മാത്രമാണ് പഴയ വിലയ്ക്ക് മാത്രം ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നത്. ഒരു കട്ടൻ ചായ പോലും കുടിക്കാൻ കാശില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അതായത് ഒരു കട്ടൻ ചായ കുടിക്കാൻ പോയാൽ പോക്കറ്റിലെ കാശ് കാലിയാകുമെന്ന് ഉറപ്പാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കട്ടൻ ചായയ്ക്ക് വരെ വില കൂടുകയാണ്. പാചകവാതക പ്രതിസന്ധി നമ്മൾ വിചാരിച്ചതിലും വലിയ ആഘാതമാണ് ഓരോരുത്തരുടെയും പോക്കറ്റിലെ ബാലൻസിനെയും ഇപ്പോൾ ബാധിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ സൂചനയും ഉദാഹരണവും തന്നെയാണ് ഇന്ന് നമ്മൾ എപ്പോഴും കാണുന്ന തട്ടുകടകൾ. ഈ തട്ടുകടകളിലും ചെറുകിട ഹോട്ടലുകളിലും പോലും ഭക്ഷണത്തിന് വില കൂടിയിരിക്കുന്നു. പൊറോട്ടയ്ക്ക് 2 രൂപയാണ് കൂടിയിരിക്കുന്നത്. മാത്രമല്ല ചമ്മന്തി കൂട്ടിയടിക്കുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കും 1 രൂപ വീതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ബീഫിന് 10 രൂപ കൂടിയപ്പോൾ വെജിറ്റബിൾ കറിക്കും 10 രൂപ വെവ്വേറെ വർദ്ധിപ്പിച്ചു. ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, കെട്ടിടം എന്നിവയ്ക്കനുസരിച്ച് വിലയിലും വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉടമകൾ ഈടാക്കുന്നു. എന്തായാലും പല സ്ഥലങ്ങളിലും ഹോട്ടൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നുണ്ട്. കൂടാതെ ഇന്ന് മിക്ക ഹോട്ടലുകളിലും വിഭവങ്ങൾ കുറച്ചും വിറകടുപ്പ് ഉപയോഗിച്ചുമാണ് പിടിച്ചു നിൽക്കുന്നതെന്നും ഇവർ പറയുന്നു. പാചകവാതക വിതരണ കമ്പനികളുടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് ഇപ്പോൾ 2400 രൂപയാണ് വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മുമ്പ് 1850 രൂപയായിരുന്നു ഈടാക്കിയത്. ഹോട്ടൽ ഉടമകൾ സ്വകാര്യ ഏജൻസികളിൽ നിന്ന് സിലിണ്ടറുകൾ വാങ്ങാറുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നിലവിലെ സ്ഥിതിയിൽ ആസ്വദിച്ചൊരു ചായ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.